ഹായ് പറഞ്ഞോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. റിയോസ് വ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമായിട്ടേ വീട്ടിലിരുന്ന് നമ്മൾ മടുത്തു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇന്ന് രാവിലെ എങ്ങോട്ടെങ്കിലും പോകുന്നത്. കറക്റ്റായിട്ട് എങ്ങോട്ട് പോകണമെന്നോ യാതൊരുവിധ പ്ലാനും ഇല്ല. എവിടെ ചെന്ന് നിൽക്കുന്നു അവിടെയാണെന്ന് നമ്മുടെ യാത്ര. അപ്പൊ നമുക്ക് പോവാം. ഇതേ അങ്ങനെ പോയി ഞങ്ങൾ പോകുന്ന വഴിക്ക് പ്ലാൻ ചെയ്ത് ലാസ്റ്റ് ആലപ്പുഴ വിട്ടാലോ എന്ന് പറഞ്ഞ് നേരെ ആലപ്പുഴയാണ് കേട്ടോ പോകുന്നത്. 2 കാറിലായിട്ട് പോവുകയാണ്. എൻ്റെയും ഫസ്റ്റ് ലോങ് ട്രിപ്പാണ്. അപ്പോൾ എന്തായാലും ഇതൊരു എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് കരുതി കാറും എടുത്തുകൊണ്ട് നേരെ പോയ കാറിൻ്റെ ബാക്കേ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ആലപ്പുഴ എത്തി. കാണുന്ന നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഇറങ്ങി ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വ്യൂ ആയിരുന്നു പോകുന്ന വഴിയെല്ലാം. അങ്ങനെ ഇറങ്ങി പോവുകയാണ്. നമ്മളിങ്ങനെ കുട്ടനാടിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുകയാണ്. നമ്മളിന്നത്തെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഷാപ്പിൽ കയറി നല്ല അടിപൊളിയായിട്ട് ഇന്നത്തെ ഉച്ചഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പോണ വഴിക്ക് നമ്മളിങ്ങനെ കാണുന്ന ഓരോ സ്ഥലത്ത് ഇറങ്ങി പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു നല്ല സൂപ്പർ ആമ്പൽപ്പടം കണ്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷെ ഭയങ്കര വെയിൽ, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ആലപ്പുഴ വന്നിട്ട് ആലപ്പുഴ ബീച്ചിനൊക്കെ ഒരു കുറച്ച് ഇപ്പുറത്താട്ടോ, കറക്റ്റ് സ്പോട്ട് എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെ അവിടെ വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ബോട്ട് എടുക്കാൻ പറ്റും. നമുക്ക് അവർലി പേയ്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ചെറിയ, നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാനൊക്കെ കണക്കിനൊരു ചെറിയ ബോട്ടാണ് കേട്ടോ എടുത്തത്. അതിൽ കയറി. അപ്പോൾ അവർ പറഞ്ഞു അടുത്ത ഷാപ്പുണ്ട്. അപ്പോൾ നമ്മൾ അജണ്ട ഫുഡെന്നൊക്കെ പറഞ്ഞു. എങ്കിൽ നമ്മൾ പോകുന്ന വഴിയിൽ ഇവരെവിടെയാണോ, ഏത് ഷാപ്പിലാണോ ഇവർ കൊണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ ഫുഡ് കഴിക്കാൻ ഇവർ കൊണ്ടാക്കുന്നത് അവിടെ ആട്ടോ നമ്മൾ കഴിക്കുന്നത്. നമ്മൾ പറഞ്ഞു അത്യാവശ്യം നല്ലൊരു കടയിലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിതേ കായൽ യാത്ര തുടങ്ങി. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ 3 പേരും ഫസ്റ്റ് ടൈമാണ്. നമ്മൾ പണ്ടൊക്കെ ചക്കുളത്ത് കാവിൽ അമ്പലപ്പുഴയൊക്കെ പോകുമ്പോൾ മറ്റേ ചങ്ങാടത്തിലും അതിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പെട്ടെന്ന് ഞങ്ങളിങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് വന്നതല്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ഇത് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. നമ്മളെല്ലാവരും പിള്ളേരും ഒക്കെ ഹാപ്പിയായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇതേ കൊണ്ടുവന്നൊരു കടയുടെ അവിടെ നിർത്തി കേട്ടോ. പക്ഷേ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഷാപ്പെന്ന് പറയാൻ കള്ളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്, ഷാപ്പ് തന്നെ ആയിരുന്നു. പക്ഷെ ഭയങ്കര സെറ്റപ്പൊന്നും അല്ലായിരുന്നു. പിന്നെ നമ്മൾ നേരെ അവിടെ ചെന്നിട്ട് തിരക്ക് മാറുന്നതനുസരിച്ച് ആളുകൾ കയറിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ നമുക്ക് കിട്ടിയ സ്ഥലത്ത് ഞങ്ങൾ കയറി ഇരുന്നു. അതിൻ്റെ ആ ഷാപ്പിൻ്റെ ബാക്ക് സൈഡാട്ടോ ഫുള്ള് വയലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങി പിള്ളേരെയൊക്കെ കൊണ്ടൊക്കെ അവിടെയൊക്കെ ഇറക്കി. അപ്പോൾ പിന്നെ നല്ല വെയിലായതുകൊണ്ട് പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. നേരെ അകത്ത് കയറി. ഇതേ ഫസ്റ്റ് കള്ളാണ് വന്നത്. എല്ലാവരും കള്ള് കുടിച്ചു, ഞാൻ കുടിച്ചില്ല. ഭയങ്കര സംഭവം കള്ളൊന്നും അല്ലായിരുന്നു കേട്ടോ. ഒരു ആവറേജ് കള്ളായിരുന്നു. ആവറേജ് ഒന്നും പറയാൻ പറ്റില്ല, പണി വാളിപ്പോയെന്ന് തന്നെ പറയാം. നമ്മൾ പ്രതീക്ഷിച്ച അത്രയും, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ അജണ്ട ഫുഡായിരുന്നു, പക്ഷേ നമ്മൾ ഫ്ലോപ്പായി. കള്ള് അത്ര സുഖം ഉള്ള കള്ളല്ലായിരുന്നു. അതുപോലെ തന്നെ ഫുഡും നമുക്ക് നോർമൽ കടകളിൽ നിന്നുള്ളത് പോലത്തെ തന്നെ ചോറും അത് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സാധാരണ നമുക്കിപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ പുഞ്ചക്കരിയിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ, അവിടെ മീൻ ഫിഷൊക്കെ ഇങ്ങനെ ക്ലീനാക്കി പിന്നെ പെരട്ടിയൊക്കെ വെച്ചേക്കുമല്ലോ. നമുക്കതിൽ ചെന്ന് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് ചെയ്യാം. പക്ഷേ ഇവിടെ അത് അങ്ങനത്തെ സെറ്റപ്പൊന്നും ഇല്ല. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അവിടെ അങ്ങനത്തെ സെറ്റപ്പൊന്നും ഇല്ല. കുറച്ച് മീൻ എടുത്ത് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുള്ള അത് കണ്ടിട്ട് തന്നെ നമുക്കത്ര അങ്ങോട്ട് പിടിച്ചില്ല. പിന്നെ നമ്മൾ ഫിഷ് ഐറ്റമൊന്നും ഓർഡർ ചെയ്തില്ല, കാരണം അത്രയും നല്ല ഫിഷ് ഉള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ ഇത് അവർ മുയൽ ഓർഡർ ചെയ്തു. മുയലിറച്ചി വാങ്ങി, 2 പ്ലേറ്റ് മുയലിറച്ചി വാങ്ങി. പിന്നെ ഈ ഒരു നെത്തോലി ഫ്രൈ വാങ്ങി. പിന്നെ മീൻ കറി, നോർമൽ മീൻ കറി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് ഇറങ്ങി വീണ്ടും.